നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. വിതയുടെ ഉപമ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 4 മുതൽ 8 വരെ വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. പിന്നെ വലിയൊരു പുരുഷാരവും ഓരോ പട്ടണത്തിൽ നിന്ന് അവന്റെ അടുക്കൽ വന്നവരും ഒരുമിച്ച് കൂടിയപ്പോൾ അവൻ ഉപമയായി പറഞ്ഞത്: വിതയ്ക്കുന്നവൻ വിത്ത് വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണിട്ട് ചവിട്ടിപ്പോകുകയും ആകാശത്തിലെ പറവജാതി അതിനെ തിന്നുകളയുകയും ചെയ്തു. മറ്റു ചിലത് പാറമേൽ വീണു മുളച്ച് നനവില്ലായ്കയാൽ ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു മുള്ളും കൂടെ മുളച്ചതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണ് മുളച്ച് 100 മേനി ഫലം കൊടുത്തു. ഇത് പറഞ്ഞിട്ട് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വിളിച്ചു പറഞ്ഞു. ലോകം കണ്ട ഏറ്റവും വലിയ ഉപദേഷ്ടാവ് യേശുവായിരുന്നു. യേശു തൻ്റെ ചുറ്റും കണ്ട ലളിതമായ കാര്യങ്ങളെ, അതായത് ഉപമകളായിട്ട് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രസംഗിച്ചത്. കാരണം ഏത് എളിയവനും അത് മനസ്സിലാക്കും. ഇപ്പോൾ കൊയ്യുന്നത്, മെതിക്കുന്നത് ഒക്കെ വലിയ വിദ്യാസമ്പന്നരല്ല, സാധാരണക്കാരായ ആളുകളാണ്. അവർക്കത് മനസ്സിലാകണം. സ്വർഗത്തിലെ ദൈവം മനുഷ്യനായി വന്ന് കാൽവറിയിൽ യാഗമായി രക്ഷാമാർഗം ഒരുക്കി. അതുകൊണ്ടായില്ല, അത് ആളുകൾ അറിയണം. അതുപോലെ വിദ്യാസമ്പന്നർ മാത്രം അറിഞ്ഞാൽ പോരാ. നിരക്ഷരകുക്ഷികളായ ആളുകൾ, സാമാന്യരും പഠിപ്പില്ലാത്തവരുമായ ആളുകൾ കൂടെ അത് അറിയണം. അതിൻ്റെ മാതൃകയാണ് യേശുവിടെ കാണിക്കുന്നത്. ലളിതമായ ഉപമകളിലൂടെ യേശു ആത്മീയ സത്യങ്ങൾ പഠിപ്പിക്കുകയാണ്. അങ്ങനെ യേശു ചെയ്യുമെന്ന് പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഉപമ പ്രസ്താവിപ്പാൻ യേശു വായ് തുറക്കും എന്ന് യേശു ജനിക്കുന്നതിന് 1000 വർഷം മുമ്പ് ബൈബിളിൽ, പ്രത്യേകിച്ച് സങ്കീർത്തന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ആണ് യേശു പ്രസംഗിച്ചത്. ഇവിടെ യേശുവിൻ്റെ പ്രസംഗത്തിലെ ഒരു ഉപമ, അത് വിതയ്ക്കുന്നതിൻ്റെ ഉപമയാണ്. ഇസ്രായേൽ നാട്ടിൽ എവിടെയും വയലുകളുണ്ട്. അപ്പോൾ ആ വിതയ്ക്കുന്നതും അല്ലെങ്കിൽ ആ വിതയോട് ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ആ നാട്ടുകാർക്ക് വളരെ പരിചിതമാണ്. അതിലൂടെ ഒരു ആത്മീയ സത്യം യേശു പഠിപ്പിക്കുകയാണ്. യേശു പറഞ്ഞു, വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതച്ചപ്പോൾ ചിലത് വഴിയരിയിൽ വീണു. ഇസ്രായേലിലൊക്കെ, അതായത് വിതച്ച് കഴിഞ്ഞാണ് അവിടെ കിളയ്ക്കുന്നത്. എന്നാൽ ആ പാടത്തിൻ്റെ മധ്യത്തിലൂടെ നടപ്പ് വഴികളുണ്ട്. വിതയ്ക്കുമ്പോൾ ആ നടപ്പ് വഴിയിൽ ഇത് വീഴാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നടപ്പ് വഴിയിൽ വീണത് അവിടെ കിള ചെല്ലുകയില്ലല്ലോ, അത് പക്ഷികൾ കുത്തിക്കൊണ്ടുപോകും. വേറെ ചില സ്ഥലം അത് വളരെ കട്ടിയായ പ്രതലമാണ്, അത് പാറസ്ഥലമാണ്. എന്നാൽ അല്പസ്വല്പം മണ്ണുമൊക്കെ അതിൻ്റെ മീതെ ഉണ്ട്. പക്ഷേ അവിടെയും കിള ചെല്ലുന്നില്ല. അതുകൊണ്ട് അവിടെ വിതയ്ക്കപ്പെട്ടത് മഴ പെയ്യുമ്പോൾ ഒന്ന് കിളുത്തു വരുമെങ്കിലും വേറെ ഓടാനായിട്ട് സാധിക്കാത്തതുകൊണ്ട് അത് ഉണങ്ങിക്കരിഞ്ഞു പോകും. മൂന്നാമത്തേത്, അതായത് മുള്ളുള്ള സ്ഥലത്താണ്. അവിടെ വിതച്ചു, കിളച്ചു എന്നുള്ളത് ശരിയാണെങ്കിലും അവിടെ മുള്ളിൻ്റെ വിത്തുകളുണ്ടായിരുന്നു. അത് ഈ ഗോതമ്പിനേക്കാൾ ശക്തിയായിട്ട് വളർന്നു. അങ്ങനെയാണല്ലോ, രോഗമല്ലേ പകരുന്നത്, ആരോഗ്യം പകരുകയില്ലല്ലോ. അപ്പോൾ ഈ മുള്ളുള്ള ചില ചെടികൾ ശക്തിയായിട്ട് വളർന്നു വന്നതുകൊണ്ട് ഗോതമ്പിന് വളരാൻ സാധിച്ചില്ല. അത് ഉയർന്നില്ല, അത് കരിഞ്ഞുപോയി. എന്നാൽ 4ാമത്തെ വിഭാഗം നല്ല നിലത്ത് വീണത്, അവിടെ മുള്ളില്ല, പാറയില്ല. അതുകൊണ്ട് തന്നെ അവിടെ വീണത് പക്ഷി കൊത്തിക്കൊണ്ടുപോകാൻ ഇടയായില്ല. കാരണം കിളച്ചപ്പോൾ അതൊക്കെ വിത്തൊക്കെ നെല്ല് മണ്ണിനടിയിലാകാനിടയായി. യേശു വീട്ടിൽ വന്ന സമയത്ത് ശിഷ്യന്മാർ ചോദിച്ചു, ആ ഉപമയുടെ അർത്ഥം എന്താണ്? അപ്പോൾ യേശു അവരോട് പറഞ്ഞു, ദൈവരാജ്യത്തിന് മർമ്മങ്ങളെ അറിയാൻ
നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളിത് എന്നോട് ചോദിച്ചത്. മറ്റു പലരും കേട്ടിട്ട് ഏതോ വിധയുടെ കാര്യമാണ്, അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് വിചാരിച്ച് അവർ പോയി. പക്ഷെ നിങ്ങൾ ഇത് ചോദിച്ചല്ലോ, തീർച്ചയായിട്ടും അത് ദൈവരാജ്യത്തെ കുറിച്ചുള്ള കാര്യമാണ് എന്ന് യേശു പറഞ്ഞിട്ട് പറയുകയാണ്, വഴിയിൽ വീഴാനിടയായത് പക്ഷി കുത്തിക്കൊണ്ടുപോകാനിടയായി. അതായത് ദൈവവചനം, സുവിശേഷം ആളുകൾ കേൾക്കുന്നു, പക്ഷേ അത് ധ്യാനിക്കാനോ വിലയിരുത്താനോ സാധിക്കാൻ പറ്റാതെ വണ്ണം എന്ത് ചെയ്തു? പിശാച് അത് പറക്കിക്കൊണ്ടുപോവുകയാണ്. അല്ലെങ്കിൽ അവർക്ക് ഇതൊന്നും ചിന്തിക്കാനായിട്ട് സമയമില്ല, അവർക്ക് മറ്റു കാര്യങ്ങൾക്കാണ് അവരുടെ ചിന്ത. എന്നാൽ രണ്ടാമത് പാറസ്ഥലത്ത് വീണു. അത് വേരിറങ്ങാനുള്ള സാധ്യതയില്ലാത്ത സ്ഥലമാണ്. ചില ആൾ അങ്ങനെയാണ്, കഠിന ഹൃദയരാണ്, പാറ പോലെയുള്ള മനുഷ്യരാണ്. അവർക്ക് സ്വർഗ്ഗത്തിൽ പോകണം എന്നൊക്കെ താല്പര്യമുണ്ട്. പക്ഷേ ഈ ഭൂമിയിൽ ഒരു ആത്മീയ ജീവിതം നയിക്കാൻ വേണ്ടി പാപത്തെ ഉപേക്ഷിക്കാൻ, ദൈവസന്നിധി കരയാൻ, പശ്ചാത്തപിക്കാൻ, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ അവർക്ക് മനസ്സില്ല. അവിടെ പാറസ്ഥലത്തും വിത്ത് വീണു എന്നുള്ളത് ശരിയാണ്, അവർ സുവിശേഷം കേട്ടു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് വേരിറങ്ങി ഫലവത്തായി തീരുന്നില്ല. മൂന്നാമത്തേത് മുള്ളിനിടയിൽ കിളുത്തു എന്നുള്ളത് ശരിയാണ്. പക്ഷേ കൂടുതൽ ശക്തിയോടെ വളർന്നതും വളർന്നു പൊങ്ങിയതും പന്തലിച്ചതും മുള്ളുകളാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് രക്ഷിക്കപ്പെടണമെന്നുണ്ട്, സുവിശേഷം കേട്ടു, നല്ല കാര്യം, രക്ഷിക്കപ്പെടണമെന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ അവർക്ക് ഈ ലോകത്തിൻ്റെ ചിന്ത എന്ന് പറഞ്ഞാൽ അവർ ഉപദ്രവങ്ങൾ, മത നേതാക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകും, സുഹൃത്തുക്കളുടെ, രാഷ്ട്രീയക്കാരുടെ, അയൽക്കാരുടെയൊക്കെ ഉപദ്രവം ഉണ്ടാകും, എന്തിന് വീട്ടുകാരുടെ തന്നെ ഉപദ്രവം ഉണ്ടാകും. അതുകൊണ്ട് ആ ഞെരുക്കമൊന്നും സഹിക്കാനായിട്ട് അവർക്ക് താല്പര്യമില്ല. അല്ലെങ്കിൽ ഞെരുക്കത്തിൻ്റെയൊക്കെ സൂചന കേൾക്കുമ്പോഴേ അവർ മാളത്തിൽ വിളിക്കുകയാണ്. ഇങ്ങനെയുള്ള ആളുകൾക്കൊന്നും ദൈവരാജ്യത്തിൽ കിടക്കാനായി സാധിക്കുകയില്ല. എന്തു ചെയ്യണം? ഈ ദൈവവചനം നല്ല ഹൃദയത്തിൽ കൈക്കൊള്ളണം. എന്നിട്ട് അത് വേര് പിടിക്കണം, അതിൽ നിന്നും ഇലകളുണ്ടാകണം, കതിരുണ്ടാകണം, അത് പക്വമായി തീരണം. അത് കൊയ്ത് എടുക്കുമ്പോഴാണ് അതിൻ്റെ ഫലം ലഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ സുവിശേഷം കേട്ടതുകൊണ്ടായില്ല, അത് നല്ലതാണ് എന്ന് പറഞ്ഞതുകൊണ്ടായില്ല, മറിച്ച് അത് വളരാൻ വേണ്ട ഒരു നല്ല നിലവുമായിട്ട് നമ്മൾ മാറണം. നമ്മൾ പാപത്തെ ഉപേക്ഷിക്കാൻ തയ്യാറാകണം, അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഉപേക്ഷിക്കാൻ തയ്യാറാകണം. നമ്മൾ ലോകത്താലുള്ള അല്ലെങ്കിൽ സുഹൃത്തുക്കളാലുള്ള, മത നേതാക്കളാലും മത അനുയായികളാലുമുള്ള ആ മാനത്തെ, അല്ലെങ്കിൽ വീട്ടുകാരിൽ നിന്നുള്ള ആ മാനത്തെ, അതൊക്കെ രണ്ടാം സ്ഥാനത്തേക്ക് തള്ളി ദൈവം മനുഷ്യനായി തീർന്ന യേശുവിനെ സ്നേഹിക്കുവാൻ, ദൈവരാജ്യത്തിനു വേണ്ടി, സ്വർഗത്തിനു വേണ്ടി, മരണശേഷമുള്ള ജീവിതത്തിനു വേണ്ടി സ്നേഹിക്കുവാൻ നാം തയ്യാറാകുമെങ്കിൽ തീർച്ചയായിട്ടും നാം ഫലമുള്ളവരായിത്തീരും. നൂറുമേനി ഫലം കൊടുക്കുവാൻ, അങ്ങനെ ദൈവത്തെ സന്തോഷിപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. ഇഹലോക ജീവിതം കൊണ്ട് സാധിക്കേണ്ടത് ഇവിടെ ഒരു പേരും പ്രശസ്തി ഉണ്ടാക്കുകയോ, ഇവിടെ കുറേ ഭക്ഷണം കഴിക്കുകയോ, ഇവിടെ കുറേ മദ്യം കഴിക്കുകയോ അതല്ല. ഇത് താൽക്കാലികമാണ്. ഇതിന് ശേഷമുള്ളതാണ് ശരിയായ ജീവിതം. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. വിദേശത്ത് പോകണമെങ്കിൽ മുമ്പേ പാസ്പോർട്ടും വിസയും എടുക്കണം. അതുപോലെ ദൈവരാജ്യത്തിൽ എത്തണമെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരുക്കം നാം ഇവിടെ നേടണം. അത് ചിലത് നമ്മൾ ഉപേക്ഷിക്കണം. ഇപ്പോൾ ചന്ദ്രനിൽ പോകണം ഒരാൾക്ക്, അല്ലെങ്കിൽ ശൂന്യാകാശത്ത് പോകണം, ഇവിടെയുള്ള ഭക്ഷണം നമ്മൾ ഉപേക്ഷിക്കണം, ഇവിടെയുള്ള വസ്ത്രം അത് നമ്മൾ ഉപേക്ഷിക്കണം. അതെല്ലാം ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? അവിടത്തേക്ക് വേണ്ടത് നമ്മൾ ഒരുക്കിക്കൊണ്ട് നമ്മൾ പോകാനായിട്ട് തയ്യാറാകണം. അതുപോലെ മരണശേഷം സ്വർഗത്തിൽ ദൈവരാജ്യത്തിൽ എത്തണമെങ്കിൽ അതിനുവേണ്ടി ത്യാഗം സഹിക്കാൻ, യേശുവിനെ സ്നേഹിക്കാൻ, യേശുവിനെ അനുസരിക്കാൻ, അനുഗമിക്കാൻ, ആരാധിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിച്ചവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ സാധിക്കാത്തവരുണ്ടെങ്കിൽ നല്ല നിലത്ത് വീണ വിത്തുപോലെ ദൈവവചനത്തെ കൈക്കൊണ്ട് അതിനെ ധ്യാനിച്ച് വിലയിരുത്തി അത് വളരാനുള്ള അന്തരീക്ഷം ഒരുക്കി കൊടുക്കുവാൻ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം തരട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.